Good evening, sir. Good evening to all of you. Good evening, sir. Okay. Good evening. Good evening. Good evening, sir. Okay. Where did we stop in our last class? Point we discussed. Future perfect continuous. Continuous. Future perfect continuous. So, നമ്മുടെ പാസ്റ്റ് ടെൻസ് എല്ലാം കഴിഞ്ഞു. 4 പ്രസന്റ് ടെൻസും 4 കഴിഞ്ഞു. അപ്പോൾ 4 + 4 will be 8 tense covered. സജിമ എവിടെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ? I thought, are you present in the last class? ഉണ്ടായിരുന്നു പക്ഷെ ഫുള്ള് കേൾക്കാൻ സാധിച്ചില്ല. അപ്പം ഇന്നും ക്ലാസ് മര്യാദയ്ക്ക് കേൾക്കാൻ കഴിയലുണ്ടാവില്ല. ഞാൻ വീട്ടിലില്ല. ആർക്കാ മര്യാദ ഇല്ലാതെ പോയത് കേൾക്കാൻ പറ്റാഞ്ഞ്? ആർക്കാ മര്യാദ ഇല്ലാഞ്ഞത്? എനിക്കോ നിനക്കോ? അങ്ങനല്ല, സിറ്റുവേഷൻ മോശമായിരുന്നു, അതുകൊണ്ടാണ്. സിറ്റുവേഷൻ മോശമായി അല്ലേ? അപ്പൊ എവിടെയാണ് നമ്മൾ നിർത്തിയെന്നാ പറഞ്ഞത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. കുറെ മുങ്ങി നടക്കുന്ന ടീം ഉണ്ട് ഇതില്, ഞാൻ പേര് വിളിച്ചു പറയുന്നില്ല. Perfect continuous. Present perfect continuous. And today we are going to learn future tense. Sir, homework future. sir. Sir, homework. Homework പറയ് ഫസ്റ്റ്. എന്താണ്? നായകൾ കുരക്കുന്നുണ്ടായിരിക്കും. നായകൾ കുരക്കുന്നുണ്ടായിരിക്കും. പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരുന്നോ? Future perfect continuous. ടെൻസ് ഫുള്ള് കഴിഞ്ഞ സാറ് 12 കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി കഴിഞ്ഞ ക്ലാസ്സില്. Future continuous. Perfect future. 12 കഴിഞ്ഞു. 3 Yes, sir. Tense full കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ടെൻസ് ഫുൾ കഴിഞ്ഞത്. ആരോ ഒരാൾ പറഞ്ഞു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ എന്നായിരുന്നു പറഞ്ഞത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോ ടെൻസ് എല്ലാം കഴിഞ്ഞു, 12 ടെൻസും അല്ലെ? നായകൾ കുരയ്ക്കുന്നുണ്ടായിരിക്കുന്നോ? നായകൾ കുരക്കുന്നുണ്ടായിരിക്കും. Dogs will be barking. Dogs will be barking. എഴുതിയോ? Dogs will be barking. അടുത്തെന്താ? അവർ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. They will be waiting. അവർ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. ഒരാൾ പറയൂ. അവർ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. അവർ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും, അതാണോ? Yes. They will be waiting. They will be waiting. They have been waiting. കുട്ടികൾ ഓടുന്നുണ്ടായിരിക്കും. കുട്ടികൾ ഓടുന്നുണ്ടായിരിക്കും. Children will be running. Children will be running. Will be running. അവൻ പരീക്ഷയിൽ പാസ്സായിട്ടുണ്ടായിരിക്കും. അവൻ പാസ്സായിട്ടുണ്ടായിരിക്കും. He will have passed the examination. He will have passed the exam. He will have passed the exam എന്നാ വേണ്ടേ? Passed the examination അല്ലേ? അത് will have വന്നു കഴിഞ്ഞാൽ ക്രിയ PP വേണം. Will have passed the exam. എക്സാമിനേഷൻ എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. അടുത്തത് അവൾ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരിക്കും.
She will have drawn a picture. She will have drawn a picture. Drawn a Draw, picture. drew, drawn. Third form. Drawn. അതാ ഹുസനത്ത് PP എഴുതിയില്ല അല്ലേ? ഹുസനത്തെ ഹുസനത്ത് PP എഴുതിയില്ലല്ലോ. ഡ്രോൺ അല്ലല്ലോ എഴുതിയത്. ഡ്രോൺ ആണോ എഴുതിയേ? ഡ്രീ അല്ലേ എഴുതിയേ? അല്ല, എന്താ നീ എഴുതിയേ? ഇനു will have drawn a picture. ആ ഡ്രോൺ ആണ് കണ്ടത്. ഡ്രൂ എഴുതിയ തെറ്റാണ്. ഡ്രോ, ഡ്രൂ, ഡ്രോൺ. ഓക്കെ, അടുത്തത്. ടീച്ചർ ഹിന്ദി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഹിന്ദി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും എന്നല്ലേ? ഫാത്തിമത്തുൽ പറ. The teacher will have been teaching Hindi. ഫാത്തിമത്തുൽ. Yes, sir. Alright. The teacher will have been teaching Hindi. Yeah, that is right. The teacher will have been teaching Hindi. Future perfect continuous. ഇനിയുണ്ടോ? Finish. കഴിഞ്ഞു. അപ്പോ future tense is over. Tense structure is മൊത്തത്തിൽ over. അപ്പം ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. നമ്മള് ഇത്രയും പഠിച്ചത് ആക്റ്റീവിലൂടെയായിരുന്നു. So you have to learn the passive form of all these tense also. Then see, you have to listen very clearly. English is a rough language, not smooth. English is a rough language, not a smooth language. English ഒരു പരുക്കൻ ഭാഷയാണ്, ഒഴുക്കൻ ഭാഷയല്ല. ആരും മ്യൂട്ട് ആക്കാത്ത ഒരാളുണ്ട് ഇതിനകത്ത്. ആരാ സൗണ്ട് മ്യൂട്ട് ആക്കാത്തത്? അപശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു റഫ് ലാംഗ്വേജ് ആണ്, സ്മൂത്ത് ലാംഗ്വേജ്. ഒഴുക്കൻ ഭാഷയല്ല. ബട്ട് മലയാളം is a smooth language. Arabic is a smooth language. Sanskrit is a smooth language. But English, Spanish, Dutch are rough language. പരുക്കൻ ഭാഷയാണ് ഇംഗ്ലീഷ്. കേൾക്കുമ്പോ ഒരു പരപര അല്ലെങ്കിൽ റഫ് വോയിസാ വരേണ്ടത് വായിന്ന്, അല്ലാണ്ട് സ്മൂത്ത് വോയിസ് അല്ല വരേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് എടുക്കുമ്പോ പഠിക്കാനുണ്ട്. ഇപ്പൊ എനിക്ക് ശ്രദ്ധിക്കുന്നില്ല. അപ്പം സ്മൂത്ത് ലാംഗ്വേജ് ആയതുകൊണ്ട്, അല്ല റഫ് ലാംഗ്വേജ് ആയതുകൊണ്ട് ഇംഗ്ലീഷിലധികവും നമ്മൾ ഉപയോഗിക്കുക എന്താണ്? ആക്റ്റീവ് വോയിസ് ആണ്. അല്ല പാസീവ് വോയിസ് ആണ് ഉപയോഗിക്കുക. ആക്റ്റീവ് വോയിസ് അല്ല. ഇപ്പം കിളിനാദം പോലെയുള്ള സൗണ്ട് ഒന്നും ഇംഗ്ലീഷിന് പറ്റിയതല്ല. നല്ല ഇംഗ്ലീഷുകാരൊക്കെ സംസാരിക്കുന്നുണ്ടോ പറഞ്ഞത്, പാറയിലൊക്കെ വല്ല ചിരട്ട ഉരയ്ക്കുമ്പോ എങ്ങനെ ഉണ്ടാവും അതേപോലെ വോയിസ് ആണ്. പൗരുഷ ഭാഷയാണ് ഇംഗ്ലീഷ്. താളാനുസൃതമായിട്ടുള്ള ലളിത ഭാഷയല്ല. ഇപ്പൊ കേൾക്കുമ്പോ ഇങ്ങനെ ഒരു ഒഴുക്കോട് പോകുന്ന ലാംഗ്വേജ് അല്ല. So why they prefer to talk in passive voice. So there you have to understand what I mean by active voice and passive voice. And I think you are all in the class. Am I can be sure? Are you in the class? No, somebody is not in the class. Yes, sir. That means your mind should be here in the class. I don't want your body, but I want your mind to be here in the class the time I take the class. I think you are all concentrating what I am speaking here. Speaking about passive voice. So, in the passive voice, we give more importance to object rather than the subject. You know that in every language there is SVO, subject, verb, object, SVO. In a phrase or in a complete sentence, there will be SVO. S stand for subject, V stand for verb, O stand for object. That is the pattern of English language.
but the verb pattern of Malayalam language is SOV ആണ്. That's a different between, you know. അവൾ പാല് കുടിച്ചു എന്ന് മലയാളം പറയുമ്പോ അവൾ കഴിഞ്ഞ് പാല് വരും പിന്നെ കുടിച്ചു എന്ന് പറയുള്ളൂ. അതിന് സായിപ്പ് പറയുമ്പോ തിരിച്ചാ പറയുക അവൾ കുടിച്ചു പാല്. That means the answer the question what or who will be then the last one. That means object should come last. We cannot translate Malayalam correspondingly to English because the verb pattern is different. One is SVO, but Malayalam is SOV. So she drank milk എന്ന് സായിപ്പ് പറയും. അപ്പൊ ഇവിടെ എന്താണ് പാസീവ് വോയിസ് എന്നുള്ളതൊക്കെ മനസ്സിലാവേണ്ടത്? നിങ്ങള് കർത്താവ് ക്രിയ കർമ്മം എന്നൊരു സെന്റൻസിൽ ഉണ്ടാവണം. അപ്പോഴത് പൂർണ്ണമാക്കിയുള്ളൂ. ഒരു കർത്താവ് വേണം. That means the subject. Who is subject? The doer of an action. ഒരു ആക്ഷൻ ആര് ചെയ്യുന്നു അയാളാണ് സബ്ജക്റ്റ്. The doer, one who does, is the doer. SVO. Please see on the board. That is. Yes, sir. ബോർഡിൽ അക്ഷരം കാണുന്നുണ്ടോ? Yes. SVO. S stand for subject. V stands for verb and O stands for object. Subject is the doer of an action. ഒരു ആക്ഷൻ ആര് ചെയ്യുന്നു അയാളാണ് സബ്ജക്റ്റ്. The action of verb is the action of subject is verb. Then answer the question what or who to the verb is the object. ഒരു കാര്യം ആര് ചെയ്യുന്നോ അയാളുടെ സബ്ജക്റ്റ് ആണ്. ഇവിടെ ഞാൻ എഴുതുകയാണ്. ഇപ്പൊ എഴുതുക എന്നുള്ള ഒരു ആക്ഷൻ അല്ലേ? ആണ്. ആക്ഷൻ ചെയ്യുന്ന ആളെന്താ? സബ്ജക്റ്റ് ആണ്. ആക്ഷനെ വിളിക്കുന്ന പേരെന്താ? വെർബ്. ക്രിയ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങളുടെ ഒരുപാട് ആക്ഷനിൽ ഇൻവോൾവ് ആണ്. ഒരുപാട് ക്രിയകൾ ചെയ്യുന്നില്ലേ? ഇപ്പൊ രാവിലെ വെച്ച് വൈകുന്നേരം വരെ എന്തൊക്കെ ക്രിയ ചെയ്തു? പാചകം ചെയ്തു, റൂം ക്ലീൻ ആക്കി, തുണി അലക്കി, വാഷിംഗ്, കുക്കിംഗ്, വാക്കിംഗ്, റണ്ണിങ്. ദീസ് ആർ ആൾ ആക്ഷൻ. ഇതൊക്കെ ആക്ഷൻ ആണ്. ആ ആക്ഷനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. ആ ആക്ഷൻ ചെയ്യുന്ന ഉപജ്ഞാതാവിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. You have to understand very clearly who is subject, the doer of an action. That action itself is called verb. And what is object? എന്താണ്? കർത്താവ് ക്രിയ കർമ്മം. എന്താ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ആൻസർ ടു ദ ക്വസ്റ്റ്യൻ വാട്ട് ഓർ ഹൂ ടു ദ വെർബ്. അതായത് വെർബിനോട് എന്ത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഉണ്ടെങ്കിൽ അതാണ് എന്ത് ഒബ്ജക്റ്റ്. ഇപ്പം റെജിമോള് മാങ്ങ തിന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം റെജിമോൾ ഈറ്റ്സ് മാംഗോ. So which are the SVO? Regimol is the subject. Eats is the verb. What? Mango. What? Mango. എന്ത് തിന്നുന്ന ആരോടാ ചോദിക്കേണ്ടത്? ക്രിയയോടാ ചോദിക്കേണ്ടത്, സബ്ജക്റ്റിനോടല്ല. വെർബിനോട് എന്ത് തിന്നുന്നു ചോദിച്ചാൽ ആൻസർ ഉണ്ട്. എന്താണ്? മാംഗോ. അപ്പൊ മാംഗോ എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. ആരുടെ ഒബ്ജക്റ്റ് ആണ്? കർത്താവിന്റെ അല്ല, വെർബിന്റെ. ക്രിയയുടെ ഒബ്ജക്റ്റ് ആണ്. അപ്പോ ഒരു വെർബിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന് ഗ്രാമറിൽ പറയും ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും. എന്താ പറയാ? ട്രാൻസിറ്റീവ് വെർബ്. ആൾ വെർബ്സ് ആർ നോട്ട് ട്രാൻസിറ്റീവ്. വെർബിന് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന് ട്രാൻസിറ്റീവ് എന്ന് പറയും, ഇല്ലെങ്കിൽ ഇൻട്രാൻസിറ്റീവ് എന്ന് പറയും. ഇൻട്രാൻസിറ്റീവ് വെർബിന്റെ ഒബ്ജക്റ്റ്. പിന്നെ
suppose I saw Ravi. I is the subject, so is the verb, Ravi is the object. Fair example. ഞാൻ രവിയെ കണ്ടു. ആരെ? ഓർക്കും? രവി. എപ്പോഴും വാട്ടായിക്കൊള്ളുന്നില്ല. ആരോട്? വെറബിനോട് വാട്ട്. You have to specifically understand what is the SVO. അപ്പൊ അങ്ങനെ ക്രിയയോട് ആര് എന്തെന്ന് ചോദിച്ചാൽ ഉത്തരം ഉണ്ടെങ്കിൽ അതാണ് ആ വാക്യത്തിലെ ഒബ്ജക്റ്റ്. കർത്താവ് പേരാണ്. അപ്പൊ ഇങ്ങനെ മൂന്നുമുള്ള ഒരു വാക്യത്തിനെ നമ്മള് ഒരു പൂർണ്ണവാക്യം എന്ന് പറയും. ഇനി ആണ് കളി. SPO. ഇനി നമ്മള് ഒരു SPO ഉള്ള വാക്യം തന്നു. ഇപ്പൊ she drank milk. അവൾ പാല് കുടിച്ചു. She drank milk. She is the subject. Drank is the verb. Milk is the object. Why? എന്ത് കുടിച്ചു? പാല് കുടിച്ചു. അപ്പോ ഇതൊരു അവൾ പാല് കുടിച്ചു. ഇത് നമ്മൾ പറയുന്ന രീതിയാണ്. ഒഴുക്കൻ പാൽ. സാഹിബ് പറയുന്നത് തിരിച്ചാണ്. എന്താ പറയാ? പാല് അവളാൽ കുടിക്കപ്പെട്ടു എന്ന് പറയും. പാല് അവളാൽ കുടിക്കപ്പെട്ടു. അപ്പൊ എങ്ങനെ വരും? മിൽക്ക് ഇങ്ങോട്ട് വരണം. വേണ്ടേ? അപ്പൊ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വരും. ആരുടെ ഭാഷയില്? സാഹിബിന്റെ ഭാഷയില്. അപ്പൊ മിൽക്ക്. ഇനി ഡ്രങ്ക് എന്നുള്ളതിന്റെ PP ഉപയോഗിക്കുള്ളൂ. ഡ്രങ്ക് പാസീവില്. ഡ്രിങ്ക് ഇത് ആക്റ്റീവാണ് കേട്ടോ. ഇത് ആക്റ്റീവാണ്. ഇത് ഇതേ വാക്യം പാസീവിലേക്ക് മാറ്റുമ്പോ മിൽക്ക് ഡ്രങ്ക് ബൈ ആരാൽ ഷീ ഇങ്ങനെ ചെയ്യുമ്പോ ഹറാവും അവളാൽ. അപ്പൊ ആ പാസീവിലാണ്. അപ്പൊ ഇതിനാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. എന്താ? ഒബ്ജക്റ്റിനെ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ആ വാക്യമാണ് എഴുതണ്ടാക്കോ. ആ വാക്യമാണ് പാസീവ് വോയിസ്. സബ്ജക്റ്റിനെ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ആ വാക്യമാണ് ഏത്? ആക്റ്റീവ് വോയിസ്. പട്ടി അവളെ കടിച്ചു. പട്ടി അവളെ കടിച്ചു. SVO ഏതാണ്? ഡോഗ്. അത് തിരിച്ചും പറഞ്ഞൂടെ? എന്ന് പറയാം. പട്ടി അവളാൽ കടിക്കപ്പെട്ടു. പട്ടി അവളാൽ കടിക്കപ്പെട്ടു. അവിടെ പട്ടിക്ക് പ്രാധാന്യം കൊടുത്തു. അല്ല, അവിടെ അവൾക്ക് പ്രാധാന്യം കൊടുത്തു. മറ്റത് പട്ടിക്ക് പ്രാധാന്യം കൊടുത്തു. ഞാൻ അവളെ കണ്ടു. അവൾ എന്നാൽ കാണപ്പെട്ടു എന്ന് പറഞ്ഞൂടെ? തല തിരിച്ചു പറഞ്ഞൂടെ? അന്ന് ഇംഗ്ലീഷിൽ വേറെ പേരുണ്ട്, തല തിരിഞ്ഞ ഭാഷ ആണ്. അങ്ങനെ ഉപയോഗിക്കുള്ളൂ. ഇംഗ്ലീഷ് അധികം പാസീവ് വോയിസിലാവും. അപ്പൊ നമുക്ക് ഇതിന്റെ ഒക്കെ പാസീവ് വോയിസും പഠിക്കണം. എല്ലാ ടെൻസിന്റെയും 12 ടെൻസ് നമ്മൾ ആക്റ്റീവിലപ്പോ പഠിച്ചേ. ഇനി അതിന്റെ പാസീവിലേക്ക്. പാസീവ് ഫോം. This is what is passive voice in IBSM. If you give more importance to subject of a given sense, then it is what is called active voice. And on the other hand, if you give more importance to object of the sentence, then it is what is called passive voice. Passive voice. Passive voice എന്താണെന്ന് മനസ്സിലാക്കി തരാൻ ഞാനിപ്പോ പറഞ്ഞത്. ഇനി ആക്റ്റീവിൽ നിന്നൊരു വാക്യം പാസീവിലേക്ക് മാറ്റുമ്പോൾ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് ദാറ്റ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ടു ഡിസ്കസ്. നിങ്ങൾക്ക് എക്സാമിന് ഒരു ആക്റ്റീവ് വോയിസ് തരും. ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് ബി ചേഞ്ച്ഡ് ഇൻടു പാസീവ് വോയിസ്. അത് പാസീവിലേക്ക് മാറ്റാം. എല്ലാ എക്സാമിനും ഉണ്ടാവും. +2 ആണെങ്കിലും 10th ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ഇനി കോമ്പറ്റീറ്റീവ് എക്സാം ആണെങ്കിലും ഒക്കെ പാസീവിലേക്ക് മാറ്റാനുണ്ടാവും.
അപ്പൊ അതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഇപ്പോ ഞാൻ തുണി അലക്കുന്നു എന്ന് പറഞ്ഞാൽ സായിപ്പ് പറയുക തുണി എന്നാൽ അലക്കപ്പെടുന്നു എന്നാണ്. തിരിച്ചേ പറയൂ. അങ്ങനെ അതാണ് പറയാൻ ഇപ്പൊ. പക്ഷെ നമുക്ക് ഓരോ ടെൻസിന്റെയും പാസീവ് ഫോമിൽ നമ്മൾ ഇനി പഠിക്കണം. അപ്പോ എന്താണ്, എങ്ങനെയാണ് ആക്റ്റീവ് പാസീവിലേക്ക് നമ്മൾ മാറ്റുക? അവിടെ ഞാൻ കുറെ റൂളുകളുണ്ട്. ആ റൂളാണ് ഇനി പറയാൻ പോകുന്നത്. ഹൗ കാൻ യു ചേഞ്ച് ആൻ ആക്റ്റീവ് വോയിസ് ഇൻ ടു പാസീവ്? ഒരു ആക്റ്റീവ് വാക്യം തന്നാൽ പാസീവിലേക്ക് എങ്ങനെ മാറ്റും എന്ന് പറഞ്ഞാൽ, കർത്തരി പ്രയോഗം തന്നാൽ കർമ്മണി പ്രയോഗത്തിലേക്ക് എങ്ങനെ മാറ്റും? ആ മലയാളം രണ്ട് പ്രയോഗം കേട്ടില്ലല്ലേ? കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം, ഇതാണ് ഇതിന്റെ എക്സാക്ട് മലയാള തർജ്ജമ. കർത്തരി പ്രയോഗം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസ്. കർത്തരി പ്രയോഗം എന്ന് പറഞ്ഞാൽ കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്ന ഏതാപ്പം ഞാൻ പറഞ്ഞോളൂ. ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസ്. കർമ്മണി പ്രയോഗം എന്ന് പറഞ്ഞാൽ കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. കർത്തരി പ്രയോഗം ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു കർത്ത. കർമ്മണി പ്രയോഗം ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കും. അപ്പൊ ഡിയേഴ്സ്, അല്ല നിങ്ങൾ ഇവിടെ തന്നെയാണ് ഈ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഇവിടെ എന്താണെന്ന് തോന്നുന്നത്. ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈ അല്ലാത്ത ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പം that is what we are doing. First, find out the SVO of the given sentence. ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ തന്ന വാക്യത്തിലെ SVO കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. Find out the SVO of the given sentence. അതാണ് ഒന്നാമത്തെ റൂള്. നിങ്ങൾക്ക് ഒരു ചോദ്യം കിട്ടിയാൽ ആദ്യം ചെയ്യണത് തന്ന വാക്യത്തിലെ സബ്ജക്ട് ഏത്, വെർബ് ഏത്, ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് വെരി ഈസി. 8ാം ക്ലാസ്സിലൊക്കെ എടുത്ത് എഴുതാണ്ടായിരുന്നു, അന്ന് നിങ്ങൾക്ക് അത് അറിയില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് തന്ന വാക്യത്തിലെ SVO ഏതാണെന്ന്. First step is to find out the SVO of the given sentence. So, ആദ്യം നിങ്ങൾ SVO കണ്ടുപിടിച്ചു. ആ SVO കണ്ടുപിടിച്ചാൽ അടുത്ത സ്റ്റേജിൽ bring object of active voice as subject and subject of active voice as object. Second step, active voice ന്റെ ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിന്റെ സബ്ജക്റ്റ് ആയി കൊണ്ടുവരണം. ആക്റ്റീവ് വോയിസിന്റെ സബ്ജക്റ്റിനെ പാസീവ് വോയിസിന്റെ ഒബ്ജക്റ്റ് ആയി കൊണ്ടുവരണം. Change the subject and object of active voice. Then verb should be always in passive. സ്റ്റെക്കായി കളിക്കുന്നുണ്ടോ? സ്റ്റെക്ക് ആവുന്നുണ്ടോ? കേൾക്കണില്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞത് SVO സെപ്പറേറ്റ് ആക്കാൻ, മനസ്സിലാക്കാൻ. പിന്നെ സെപ്പറേറ്റ് പറഞ്ഞാൽ മനസ്സിലായില്ല. മനസ്സിലാവും. യു പ്ലീസ് വെയിറ്റ് മോളെ, ഒന്ന് വെയിറ്റ് ചെയ്യേ. അല്ല സർ, നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം the first step is to find out the SVO of the given sentence. ഒന്നാമത്തെ സ്റ്റെപ്പ് തന്ന വാക്യത്തിലെ സബ്ജക്ട് ഏത്, വെർബ് ഏത്, ഒബ്ജക്റ്റ് കണ്ടുപിടിക്കലോ. പിടിച്ചു കഴിഞ്ഞാൽ ആക്റ്റീവ് വോയിസിനെയോ കർമ്മത്തെ ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിന്റെ സബ്ജക്റ്റ് ആയി കൊണ്ടുവരണം. വേണ്ടേ? പാൽ അവളാൽ കുടിക്കപ്പെടുന്നു പറയണ്ടേ അല്ലെ? അപ്പം അതൊന്നും. പിന്നെ ആക്റ്റീവ് വോയിസിന്റെ സബ്ജക്റ്റിനെ പാസീവ് വോയിസിന്റെ ഒബ്ജക്റ്റ് ആയി കൊണ്ടുവരണം. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ ക്രിയ, വെർബിന്റെ PP മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പാസീവില്. ING form should not be used, S form should not be used, ED form should not be used, but you can use only the PP. PP എന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ വന്ന PP അല്ല, പിന്നെ എന്താ പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3.
അതാ ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞ ഈ ക്രിയയുടെ 3 രൂപം പഠിച്ചു വെക്കണമെന്ന്. ഗ്രാമർ തറായിട്ട് പഠിക്കണമെങ്കിൽ ആദ്യം പഠിക്കണത് വെർബിന്റെ 3 ഫോം പഠിക്കുക എന്നുള്ളതാണ്. അത് പണ്ടേ നേരെ ചൊവ്വേ പഠിച്ചു പോകുന്നില്ലല്ലോ നിങ്ങൾ, അതുകൊണ്ടല്ലേ. അപ്പം SPO കണ്ടുപിടിക്കുക, പിന്നെ മാറ്റുക, പിന്നെ ക്രിയയുടെ PP ഉപയോഗിക്കാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് ക്രിയയുടെ തൊട്ടിപ്പുറത്ത് ബൈ എന്ന വാക്യാക്കണം. ഞാൻ എന്താ അവളാൽ അവനാൽ എന്നുള്ള ഉദാഹരണം. ഷീ took the book. എക്സാമ്പിൾ അവൾ ബുക്ക് എടുത്തു. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? SPO കണ്ടുപിടിക്കുക. ഷീ ഇസ് ദ സബ്ജക്ട്, ബുക്ക് ഇസ് ദ വെർബ്, ബുക്ക് ഇസ് ദ ഒബ്ജക്റ്റ്. അവൾ ബുക്ക് എടുത്തു. എന്തെടുത്തു? ബുക്ക് എടുത്തു. എന്തെടുത്തു? ബുക്ക്. വെർബിനോട് എന്ത് ചോദിച്ചാൽ ഉത്തരം ഉണ്ടാകാനുള്ള ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് ആദ്യം കൊണ്ടുവരണം. അങ്ങോട്ട് കൊടുക്കണം. Taken by her. Taken by her. By her. She her ആവും. അതും കുട്ടികൾക്ക് സംശയം വരികയാണ്. എങ്ങനെയാ ഷീ ഹെർ ആവുന്നത്? പറഞ്ഞുതരാം. പിന്നെ ഇത് കംപ്ലീറ്റ് കറക്റ്റ് ആണെങ്കിൽ ചെറിയ മിസ്റ്റേക്ക് ആണ്. നമ്മൾ ഓരോ ടെൻസിന്റെയും പഠിക്കുമ്പോഴും ഇവിടെ ബുക്ക് വാസ് ടേക്കൺ എന്ന് വേണം. അതെങ്ങനെ വാസ് വരെയൊക്കെ പഠിപ്പിച്ചതാണ്. ഓരോ ടെൻസിനെയും പഠിക്കും പറയും. ശരിക്കും കറക്റ്റ് പാസിരിക്കുമ്പോ ദ ബുക്ക് വാസ് ടേക്കൺ ബൈ ഹെർ എന്നാണ് വേണ്ട. അത് എവിടുന്ന അവിടെ വാസ് ഇറങ്ങി വരുന്ന സംശയം ഉണ്ടോ? അത് ഇപ്പൊ പറയുന്നില്ല. ഇപ്പോ ബുക്ക് അവളാൽ എടുക്കപ്പെട്ടു എന്നായി മാറും. അതാണ് പാസീവ് വോയിസ്. അവൾ ബുക്ക് എടുത്തു, ബുക്ക് അവളാൽ എടുക്കപ്പെട്ടു എന്നാക്കിയാൽ പാസീവ് വോയിസ് ആയി. അപ്പം ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പാസീവ് വോയിസ് ആണോ ക്രിയയുടെ തേർഡ് ഫോമേ ഉപയോഗിക്കാൻ പറ്റും, ഏതിലെന്താണ്. പിന്നെ അപ്പോ അങ്ങോട്ടും അപ്പോ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആയി കൊണ്ടുവന്നു, സബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് ആക്കി മാറ്റി, വെർബിന് PP ഉപയോഗിച്ചു, വെർബിന് തൊട്ടപ്പുറത്ത് ബൈ എന്ന് പറഞ്ഞ വാക്ക് ചേർത്തു. ഇനി പ്രോണൗണുകളുടെ ഒബ്ജക്റ്റീവ് കേസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്രോണൗൺ എന്ന് പറഞ്ഞാൽ പകരം, ഒരു നൗണിന്റെ പകരം ഉപയോഗിക്കുന്ന വാക്കിനെയാണ് പ്രോണൗൺ എന്ന് പറയുന്നത്. പ്രോണൗൺ ഏതൊക്കെയാണ് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത്? ഹി, ഷീ, ഐ, മൈ, ദേ, ഇതൊക്കെ പ്രോണൗൺ ആണ്. ഇപ്പൊ ഞാനിവിടെ ഒരാളെ പേര് ഇപ്പൊ റെജിമോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയുമോ? റെജിമോൾ എന്ന് പറയില്ല, പിന്നെ അവൾ എന്നേ പറയുള്ളൂ അല്ലെ. റെജിമോൾ കെയിം, റെജിമോൾ ടുക്ക് ദ ബാഗ്, റെജിമോൾ സ്റ്റാർട്ടഡ് ടു റൈറ്റ് എന്ന് പറയുമോ? ഇല്ല. റെജിമോൾ കെയിം ആൻഡ് ഷീ, പിന്നെ ഷീയൽ ഉപയോഗിക്കുള്ളൂ. അപ്പോ ഒരാൾക്ക് പകരം വീണ്ടും പ്രോ എന്ന് പറഞ്ഞാൽ പകരം, ഒരാൾക്ക് പകരം വേണ്ടി ഉപയോഗിക്കുന്ന നൗണിനെയാണ് പ്രോനൗൺ എന്നാണ്. പ്രോപ്പർ നൗൺ എന്ന് അതല്ല. പ്രോപ്പർ നൗൺ വൺസ് ഓൺ എന്നാണ്. ഒരാളുടെ സ്വന്തം പേര്, സ്ഥലത്തിന്റെ പേര്, ഇതൊക്കെ പ്രോപ്പർ നൗൺ ആണ്. അത് അയാളുടെ മാത്രം പേരാണ്. അപ്പൊ അത് പ്രോപ്പർ ആണ്, വൺസ് ഓൺ. ഇത് പ്രോ ഇൻസ്റ്റഡ് എന്നുള്ളതാണ്. അപ്പം ഈ പ്രോനൗണുകൾക്ക് 3 കേസുണ്ട്. കേസുണ്ട്. ഉദാഹരണം, ഐ ഞാൻ, എന്റെ, മൈ, എന്നെ, മീ, ഐ, മൈ, മീ, ഹി അവൻ, അവന്റെ, ഹിസ്, ഇതിന് 3 കേസുകളാണ്. ദേ അവർ, ദയർ അവരുടെ, ദം അവരെ, വി ഞങ്ങൾ, അവർ ഞങ്ങളുടെ, ഞങ്ങളെ, ഷീ ഹർ ഹർ. ഇതാണ് ആദ്യം ഉപയോഗിക്കുന്ന പ്രോണൗണുകൾ. ഇത് പ്രോണൗണിന്റെ സബ്ജക്റ്റീവ് കേസ് എന്ന് പറയും. ഇത് പ്രോണൗണിന്റെ പൊസസീവ് കേസ് എന്ന് പറയും. ഇത് പ്രോണൗണിന്റെ ഒബ്ജക്റ്റീവ് കേസ് എന്ന് പറയും. എന്താ? 3 കേസ് ഉണ്ട് വിഭക്തി പ്രത്യേകം. അപ്പം ഇത് ഇങ്ങോട്ട് ചാടുമ്പോ ഇതാവും, അത് ഇങ്ങോട്ട് വരുമ്പോ ഇതുമാവും. അങ്ങനെയാണ് ശ്രീഹർ ആവുന്നത്. അപ്പം
I, my, me, he, his, him, they, their, them, we, our, us, she, her, her. So what is the objective case of I, me? What is the objective case of he, him? ഇതിപ്പോ തൽക്കാലം നമുക്ക് വേണ്ട, പാസീവ് ഇതേ ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് മാറുന്നതാവും, അത് ഇങ്ങോട്ട് വരുമ്പോ ഇതും ബോർഡിൽ നല്ല ഇതുണ്ട്, ലൈറ്റിംഗ് ഉണ്ട് സാർ എന്നുള്ളത്. ബ്ലർ ഇപ്പോഴും ലൈറ്റ് ഉണ്ടോ? കുഴപ്പമില്ല. അപ്പം ഇനി നമ്മള് ഈ പറഞ്ഞതൊക്കെ ഒന്ന് നോട്ടിലേക്ക് ആക്കിയിട്ട് ബാക്കി എക്സാമ്പിൾ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇപ്പൊ തൽക്കാലം ആക്റ്റീവ് വോയിസ് എന്താ പാസീവ് വോയിസ് എന്താന്നൊക്കെ മനസ്സിലായി. ഇനി ഇത് ഓരോ ടെൻസിന്റെ നമ്മൾ വേറിട്ട് പഠിക്കണം. ഓരോ ഇത് പൊതു നിയമം, ഓരോ ടെൻസിന്റെയും ഓരോ നിയമങ്ങൾ വേറെയാവും. അപ്പോഴാണ് നമുക്ക് അപ്പൊ വീണ്ടും നമ്മൾ സിമ്പിൾ പ്രസന്റ് വരും. സിമ്പിൾ പ്രസന്റ് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. ഒന്ന് മ്യൂട്ട് ആക്കാൻ പറയാം, എല്ലാവരും ഒന്നും കേൾക്കുന്നില്ല. പ്രസന്റ് കണ്ടിന്യൂസിന്റെ ആക്റ്റീവ് പാസീവ്, പ്രസന്റ് പെർഫെക്റ്റിന്റെ ആക്റ്റീവ് പാസീവ്. അപ്പൊ നമ്മൾ പഠിച്ച ടെൻസുകളൊക്കെ ഒന്നും കൂടി ഓർക്കണം എല്ലാവരും. അതിനൊക്കെ ഓരോ നിയമങ്ങൾ വേറെയാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എഴുതുമ്പോ ഒക്കെ അറിയുന്നത്. അല്ലാണ്ട് വെറുതെ അങ്ങോട്ട് വായത്തൊന്നും ഇത് പറയാൻ പറ്റില്ല. നമ്മളിടയിൽ വലിയ ഇടയില് ഈ സ്പോക്കൺ ലാംഗ്വേജ് എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകും ചിലര്. ഇതൊന്നും പഠിക്കാതെ ഒരു സ്പോക്കിങ് ചെയ്യാൻ പറ്റില്ല. അപ്പം വെറുതെ പൈസ പോയി കിട്ടും. ഇപ്പൊ AI സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടല്ലോ. നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം, എന്റെ കൂടെ വന്നാ മതി, ഞാൻ പറയുന്നത് കേട്ടാ മതി അല്ലേ. അപ്പം അതെന്തുകൊണ്ടാ അങ്ങനെയെന്ന് ചോദിച്ചാൽ അത് ഒരിക്കൽ പറഞ്ഞു തരാൻ പറ്റില്ല. അതങ്ങനെയാണ്. ഈ ആകാശത്തിലൂടെ കപ്പൽ ഓടിക്കുന്ന മാതിരിയാണ് ഇപ്പൊ കുട്ടികളൊക്കെ. ഞങ്ങളൊന്നും അല്ല, ഇതൊന്നും ബേസ് പഠിക്കാതെ വിദ്യാഭ്യാസം ഭയങ്കര ചൂഷണമാണ്. ഞങ്ങൾ ആലോചിച്ചു ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ടോ? ഇല്ല. അപൂർവ അധ്യാപകന്മാരേ ഉള്ളൂ. അത് ശ്രദ്ധിക്കുക. നിങ്ങളൊക്കെ ടീച്ചേഴ്സ് ആകാൻ പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇപ്പൊ ക്ലാസ്സിൽ പോയിട്ട് അബദ്ധം പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, തെറ്റ് പറഞ്ഞു കൊടുക്കരുത്. For that you have to learn a lot of. അതിന് നിങ്ങള് കുറെ പഠിക്കാനുണ്ട്. നിങ്ങളൊക്കെ എന്റെ മക്കളെന്നെയാണോ എനിക്ക് സംശയം. അപ്പൊ അതൊന്ന് ഹെഡിങ് കൊടുക്കും. പാസീവ് വോയിസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഗീവ് ഹെഡിങ്. അയ്യോ, എന്താ ചിലരെ കൂടെ ഉറങ്ങിയിരിക്കുന്നത്. അപ്പം വാട്ട് ഈസ് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ഒക്കെ എഴുതണോ? നിയമങ്ങൾ പോരെ? ഡെഫിനിഷൻ ഒക്കെ വേണോ? ഡീറ്റെയിൽഡ് വേണോ? അതിന്റെ ടീച്ചേഴ്സ് ആണല്ലോ അല്ലേ. അപ്പൊ ഇതൊന്ന് ആക്റ്റീവ് വോയിസ് ചെയ്തു. ആക്റ്റീവ് വോയിസ് എഴുത്. സൈഡ് ഹെഡിങ് എന്നിട്ട് എഴുത ഡെഫിനിഷൻ. When we give more importance to, ഇംഗ്ലീഷ് മാത്രമേ കയറുള്ളൂ, മലയാളത്തില് ബുദ്ധിമുട്ടാണ്. When we give more importance to, when we give more importance to subject of a sentence, സബ്ജക്ട്. when we give more importance, കൂടുതൽ പ്രാധാന്യം, to the subject of a sentence, then it is called active voice. ഇതിൽ ജസീന എന്ന ആളുണ്ടോ? സാർ ആബ്സെന്റ് ആണ്, നാട്ടിലെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ആബ്സെന്റ്. എവിടെ ജസീന ഇരിക്കണമെന്ന് കണ്ടില്ലല്ലോ. സാർ ആള് ലീവാണ്. വന്നിട്ടില്ല.
ഇല്ല. നാട്ടിലെത്തിയോണ്ട് 2 ദിവസം ലീവാണ് ക്ലാസ്സില്. ആ ഞാൻ ചോദിക്കാൻ കാരണം അവള് എന്റെ ഒരു ഫോർമർ സ്റ്റുഡന്റ് ആണ്. മുമ്പേ ഏതോ +2 ഉണ്ടായിരുന്നു ഇവിടെ ബാച്ചില്. പറഞ്ഞിട്ടുണ്ട്. അവിടെ ജസ്റ്റിന പറഞ്ഞിട്ടുണ്ട്, സാറ് എടുത്തിട്ടുണ്ടായിരുന്നു ക്ലാസ് +2-ന്. പിന്നെ ഇന്നലെ മിനിയാൻ കണ്ടിട്ട് ഞാൻ അവിടുന്ന് പറക്കാന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എത്തിയിരുന്നു. അപ്പൊ പറന്നിട്ട് ഇവിടെ എത്തിയോന്ന് അറിയില്ല, വേണ്ടി ചോദിച്ചാ. പറഞ്ഞില്ല. വരുമ്പോ സാർ ആള് എന്തെങ്കിലും കൊണ്ടുപോകാൻ ലാൻഡായിട്ടുണ്ട്. ആള് നാട്ടിലെത്തിയിട്ടുണ്ട്. ആള് നാട്ടിലെത്തിയിട്ടുണ്ട്. വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു, അത് മാത്രം മറക്കും ഉറപ്പാ. അപ്പം ഉണ്ടാവില്ല നമുക്ക് ഈ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്നൂടെ അവിടെ കയ്യും വീശി പോരുമ്പോ. ഞാനും പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരാനായിട്ട്. കൊണ്ടല്ലോ മാത്രം ഉണ്ടാവില്ല ആളെ. പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷ മാത്രമേ ഉള്ളൂ സാർ. എക്സ്പെക്ടേഷൻ പ്രതീക്ഷ. വി ആർ ലിവിങ് ഓൺ അല്ല, നമ്മളൊക്കെ ജീവിക്കുന്ന എക്സ്പെക്ടേഷനിലാണെന്നേ. പ്രതീക്ഷയാണ് അല്ലേ? പ്രതീക്ഷയാണ്. ഞാൻ പഠിച്ചിട്ടോ ഐ വിൽ ഗെറ്റ് എ ജോബ്. ജോലി കിട്ടും, പ്രതീക്ഷയാണ്. ആഫ്റ്റർ ഹാവിംഗ് ഗോട്ട് എ ജോബ്, ജോലി കിട്ടിയാലോ ഞാൻ കല്യാണം കഴിക്കും. അവിടെ എക്സ്പെക്ടേഷൻ, കല്യാണം കഴിക്കും. മാരേജ്, ആഫ്റ്റർ മാരേജ് വീണ്ടും പ്രതീക്ഷിക്കുക. ഒരു 10-15 കുട്ടികൾ ഉണ്ടാവും. എന്നിട്ടോ വീണ്ടും പ്രതീക്ഷയാണ്, കുട്ടികളെ പഠിപ്പിക്കും. എന്നിട്ടോ അവര് ഗൾഫിക്ക് വന്ന് അയക്കും. എന്നിട്ടോ അവർക്ക് പൈസ ഇങ്ങനെ അയക്കും. എന്നിട്ടോ ഒരു പിണ്ണാക്കും കിട്ടില്ല. പിന്നെ അവരുടെ തല്ലും കുത്ത കടിയും ചവിട്ടൊക്കെ വാങ്ങിയിട്ട് പിന്നെ കരയേണ്ട ലാസ്റ്റ്. അപ്പം all and everything is on the expectation. You are living in the world of. But my dear students, life is an irony. Life is an irony. You won't get what you wish for. You won't get what you wish for. Yeah, can you understand what I'm saying? Life is an irony. ജീവിതം എന്താ പറയുക, ഒരു വിരോധാഭാസമാണ്. യു വോണ്ട് ഗെറ്റ് വാട്ട് യു വിഷ് ഫോർ. നിങ്ങൾ കൊതിക്കുന്നതാവില്ല മക്കളെ നിങ്ങൾക്ക് കിട്ടുക, ആണോ? യു വോണ്ട് ഗെറ്റ് വാട്ട് യു വിഷ് ഫോർ. ആൻഡ് വാട്ട് യു ഗെറ്റ്, നിങ്ങൾക്ക് എന്ത് കിട്ടിയോ, ദാറ്റ് യു കാനോട്ട് പൊസസ്. കിട്ടിയതൊന്നും സ്വന്താക്കാൻ പറ്റില്ല. പൊസസ്, POSSES, no possession. Can you possess anything in the world? നിങ്ങൾക്ക് ലോകത്തിൽ എന്തെങ്കിലും സ്വന്താക്കാൻ പറ്റുമോ? Nothing. What you get may loss. What you lose. കിട്ടിയതൊക്കെ പോകും മക്കളെ. What you get will be lost. Whatever you got is to miss. On the one side you will get, on the side you will lose. Upon you will not get what you wish. What you will not get, what you cannot possess. സ്വന്താക്കാൻ പറ്റാതെ വരുമ്പോഴോ എന്താ അവിടെ അല്ലേ എന്ത് ഡിസാറ്റിസ്ഫാക്ഷൻ, അൺഹാപ്പിനെസ്. കിട്ടിയത് സ്വന്തമാക്കാൻ പറ്റാതെ വരുമ്പോ അതൃപ്തി ഉണ്ടാവും, അസന്തോഷം ഉണ്ടാവും. അപ്പൊ എന്തുണ്ടാവും? കാമക്രോധ മോഹ ലോപാദികൾ ഇങ്ങനെ തുടങ്ങും. അപ്പോഴാണ് ദേഷ്യം വരിക. ആഗ്രഹിച്ച പെണ്ണിനെ കിട്ടാതെ വരുമ്പോ കാമഭ്രാന്തല അതേപോലെ എന്തൊക്കെ ചെയ്യാ. ചിലപ്പോ പെണ്ണാണെങ്കിൽ ആണാണെങ്കിൽ വിഷം കുടിക്കാൻ പോകും, മറ്റേക്കും മറിച്ചേക്കും. നമ്മളെപ്പോലുള്ള ചൂടന്മാര് പോകില്ല കേട്ടോ. എന്ത് the philosophy of life I got understood already, so why I won't do that silly things. But some people may commit suicide because they don't know this philosophy of life. We understand. I have the expectation that student will give me something from here. No, I won't get. നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇതാണ്, ജീവിതമേ ഒരു എക്സ്പെക്ടേഷനിലാണ്. കുറെ ഉണ്ടിട്ട് പറയാം, നടക്കട്ടെ. എന്താ പറഞ്ഞ നമ്മളിപ്പോ പറയുന്ന വിഷയം എന്തൊക്കെ ഗ്രാമർ വോയിസ് പറഞ്ഞു കഴിഞ്ഞു. എക്സ്പ്ലനേഷൻ പറയണം. അതിന്റെ മലയാളം കൂടി അവിടെ എഴുതിച്ചോ. കർത്തരി പ്രയോഗം,
കർത്തിരി പ്രയോഗം. അടുത്തത് പാസീവ് വോയിസ്. പാസീവ് വോയിസ്. കർമ്മണി പ്രയോഗം. അല്ലെ, ബ്രാക്കറ്റ് വേണ്ടത്, മലയാളം വേണ്ടത് കേട്ടോ. When we give more importance to object of a given sentence. When we give more importance to object of a sentence. When we give more importance to the object of a sentence, then it is called passive voice. Then it is called passive voice. Sir, ഒരു പ്രാവശ്യം പറയോ? When we give more importance to object of a sentence, then it is called passive voice. Passive voice. Najima, are you in the class? കേൾക്കുന്നുണ്ട് സർ. It is passive voice. Then അടുത്തത് the following rules should be observed. അടുത്ത പേര. The following rules should be observed. The following rules should be observed. The following rules should be observed while WHILE, while changing an active voice into passive voice. While changing an active voice into passive voice. The following rules should be observed while changing an active voice into passive voice. While changing an active voice into passive voice. അപ്പൊ താഴെ പറയുന്നത് നിബന്ധനകളുടെ ആക്റ്റീവിൽ നിന്ന് വാക്യം പാസീവിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്നാണ് അതിന്റെ മലയാളം. താഴെ പറയുന്ന നിയമം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഷുഡ് ബി ഒബ്സർവ് വൈൽ ചേഞ്ചിങ് ആൻ ആക്റ്റീവ് വോയിസ് ഇൻ പാസീവ് വോയിസ്. മലയാളം വേണ്ട. അപ്പൊ ഞാൻ അതിന്റെ റൂളാണ് പറയുന്നത്. റൂള് 1. താഴെ കുറെ റൂള് ശ്രദ്ധിക്കണം. 1 നിയമം 1. Find out the SVO of the given sentence. Find out the SVO of the given sentence. Find out കണ്ടുപിടിക്കുക. The SVO വലിയ അക്ഷരത്തിൽ എഴുതിക്കോട്ടോ. The SVO of the given sentence. Find out the SVO of the given sentence. Find out the SVO of the given sentence. 2. The interchange. Interchange ആണ് അങ്ങോട്ടേക്ക് മാറ്റുക. Interchange. എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. Interchange. The object and subject of the active voice. The object and subject of the passive voice. Interchange the object and subject of the passive voice. Interchange ആണ് അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. Interchange the object and subject of the active voice. The subject and object of the active voice. Mutually ആണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. Mutually. എന്ത് സാർ? മ്യൂച്വലിയോ? എന്തെന്റെ സജിത, ഇന്ന് ഇംഗ്ലീഷ് പഠിക്കാത്തത്, മലയാളം മാത്രം പഠിച്ചു പോയി. മ്യൂച്വലി എന്ന് പറഞ്ഞാൽ പരസ്പരം. സെക്കൻഡ് വൺ അല്ലേ പറയുന്നത്?
സെക്കൻഡ് വൺ അല്ലേ പറയുന്നത്? ഇന്റർചേഞ്ച് എന്താ ഞാൻ പറയാം, യെസ് അതന്നെ രണ്ടാമത്തെ ഇന്റർചേഞ്ച് ദ രണ്ടാമത്തെ ഒബ്ജക്ട് ആൻഡ് സബ്ജക്ട് ഓഫ് ദ ആക്റ്റീവ് വോയിസ്. മ്യൂച്വലി എന്ന പരസ്പരം, മ്യൂച്വൽ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ കേട്ടില്ലേ, പരസ്പരം. മ്യൂച്വലി സ്പെല്ലിംഗ് അറിയാത്ത അടുത്ത കൂട്ടുകാരോട് ചോദിച്ചു, അല്ലെങ്കിൽ ഗൂഗിളന്മാരോട് ചോദിച്ചു മ്യൂച്വലി. അപ്പം അതിൽ അടുത്ത് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും പരസ്പരം മാറ്റിയതാണ്, പച്ച മലയാളം വന്നു. അടുത്ത റൂൾ ഏതാ? 3 അല്ലേ? റൂൾ 3. യൂസ് ഓൺലി ദ PP ഫോം ഓഫ് ദ വെർബ്. യൂസ് ഓൺലി പാസീവ് ആണോ? യൂസ് ഓൺലി ദ PP പാസ്റ്റ് പാർട്സ് ഫോം. യൂസ് ഓൺലി ദ PP ഫോം ഓഫ് ദ വെർബ്. യൂസ് ഓൺലി ദ PP ഫോം ഓഫ് ദ വെർബ്. നിങ്ങൾ ING ഫോം ഉപയോഗിക്കാൻ പാടില്ല, വേറെ ഒരു ഫോം ഉപയോഗിക്കാൻ പാടില്ല. തേർഡ് ഫോം അറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പാസീവ് വോയിസ് ഉണ്ടാക്കാൻ പറ്റൂ. യൂസ് the PP form of the verb given. എഴുതിയോ? അടുത്തത് the verb should be followed by the word by. The verb should be followed. The verb should be followed by the word quotation by. By എന്ന വാക്ക് ചേർക്കണം. The verb. The verb should be followed by what? The word by the word by. ഇനി ഇത് ഗ്രാഫിക്കിൽ ഒന്ന് വരച്ചിട്ടോ. സബ്ജക്ട് വെർബ് ഒബ്ജക്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് സബ്ജക്റ്റ് ആയിക്കൊണ്ടുവരിക, ഇതിനെ ഒബ്ജക്റ്റ് ആക്കുക, വെർബ് PP ഉപയോഗിക്കുക, ഇതിന് തൊട്ടിപ്പുറത്ത് ബൈ വാക്ക്. ഇതാണ് ഇപ്പൊ എഴുതിയത്. ഇതൊരു ബോക്സിൽ ഇട്ട് വെച്ചോ. പാസീവ് കേൾക്കുമ്പോ ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. സമയമുണ്ട്. സബ്ജക്ട് വെർബ് ഒബ്ജക്ട്. ഈ ഒബ്ജക്റ്റിന് എന്തായി കൊണ്ടുവരണം? സബ്ജക്റ്റ് ആയി കൊണ്ടുവരണം. സബ്ജക്റ്റിന് എന്തായി കൊണ്ടുവരണം? ഒബ്ജക്റ്റ്. അതാണ് മ്യൂച്വലി ഇന്റർചേഞ്ച് എന്ന് പറഞ്ഞത്. പരസ്പരം മാറ്റേണ്ടതാണ്. മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച്. മലയാളം വെർബ് PP ഉപയോഗിക്കാം. ഈ ഇതാണ് ബേസിക് റൂൾ കേട്ടോ. ഇത് ഏത് ബേസിക് റൂൾ ആണ് ഇത്. ഇനി നമുക്ക് ഓരോ ടെൻസിനും വേറെ റൂൾ ഉണ്ട്. ഇത് എല്ലാ ടെൻസിനും ബാധകമാണ്. ഇനി നമ്മൾ ഓരോ ടെൻസിനെയും ഇനി അടുത്ത നമ്മൾ പാസീവ് വോയിസ് സിമ്പിൾ പ്രസന്റിലേക്ക് പോവുകയാണ്. സിമ്പിൾ പ്രസന്റ് അല്ല, നമ്മൾ പ്രസന്റ് ആദ്യത്തെ ടെൻസ് പഠിച്ചു. സബ്ജക്ട് വെർബ് പ്ലസ് സൈഡ് ഹെഡിങ് കൊടുക്കുക. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ്. സൈഡ് ഹെഡിങ് പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ്. നമ്മളൊന്ന് വേഗം നോക്കിയപ്പാ. മൊഹസിനെ എഴുതിയോ? ഹെഡിങ് അണ്ടർലൈൻ ചെയ്തോ? ഇനി എഴുതുക. സിമ്പിൾ പ്രസന്റിന് ഈ പറഞ്ഞ റൂളിന്റെ പുറത്ത് വേറെ റൂളും കൂടി ഉണ്ട്. അതായത് നിങ്ങള് മാറ്റിക്കൊണ്ടുവരുന്ന സബ്ജക്റ്റ് മാറ്റിക്കൊണ്ടുവരുന്ന ആക്റ്റീവ് നിന്ന് പാസീവിലേക്ക് മാറ്റിക്കൊണ്ടുവരുന്ന ഒബ്ജക്റ്റ് ആണല്ലോ സബ്ജക്റ്റ് ആയി വരിക. എന്തെങ്കിലും ആ സബ്ജക്റ്റ് ഏകവചനാണെങ്കിൽ ഒരു ഈസ് പ്ലസ് PP എന്നോ, ബഹുവചനാണെങ്കിൽ R പ്ലസ് PP ചേർക്കണം. അതെ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. PPന് മുന്നേ ആയിട്ടല്ലേ? അതെ. അപ്പൊ എന്താണ്? ഷീ drinks coffee. Is an example for simple present. ഏകവചനായിട്ട് S ഫോം വരും. അവൾ കുടിക്കുന്നു പാല്, അല്ല കോഫി. അവള് കോഫി കുടിക്കുന്നു.
അപ്പോ സജിത ഏതാണ് അതിലെ എസ് ബി ഒന്ന്? എന്താ ആദ്യത്തെ സ്റ്റെപ്പ്? എസ് ബി കണ്ടുപിടിക്കുക. അതിലെ എസ് ബി ഒന്ന് പറഞ്ഞ് സബ്ജക്ട് വെർബ് ഒബ്ജക്റ്റില് അതിലെ എസ് ബി ഒന്ന് പറ. സബ്ജക്ട് ഏത്, വെർബ് ഏത്, ഒബ്ജക്റ്റ് ഏതെന്ന് പറഞ്ഞു കൊണ്ട മോളെ. വേഗം പറഞ്ഞ കേട്ടിട്ട് വേണം. സബ്ജക്റ്റ് ഡ്രിങ്ക് വെർബ് ഒബ്ജക്റ്റ്. സബ്ജക്ട് ആരാ? സബ്ജക്റ്റ് ഷീ സബ്ജക്ട് ആരാ? ഷീ ആണ്, ഉറപ്പാണ്. പിന്നെ ഇതെന്താ? അത് ഇതെന്താ? ഡ്രിങ്ക് വെർബ് 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 ഉറപ്പുണ്ടല്ലോ. ആ വെർബ് എന്നോട് ചോദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തെന്താ? അത് ഒബ്ജക്റ്റ്. ആ ഏത്? അത് പറഞ്ഞവര് കോഫി കോഫി ഒബ്ജക്റ്റ്. ഇനി ഒന്ന് പറ സജിത. ഷീ ഈസ് ദ സബ്ജക്ട്, ഡ്രിങ്ക് ഈസ് ദ വെർബ്, കോഫി ഈസ് ദ ഒബ്ജക്റ്റ്. സാർ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞേ നോക്കാം. ഷീ ഈസ് ദ സബ്ജക്ട്, ഡ്രിങ്ക് ഈസ് ദ വെർബ്, കോഫി ഈസ് ഒബ്ജക്റ്റ്. ആരാ പറഞ്ഞ ഈ പൊട്ടത്തിയാന്ന്? ഞാൻ പറഞ്ഞില്ല. ആരാ പറഞ്ഞു? അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ കോഫി ഇങ്ങോട്ട് മാറ്റി പ്രതിഷ്ഠിക്കണ്ടേ? കൊണ്ടണ്ടേ? അവൾ കോഫി കുടിക്കുന്നു, കോഫി അവളാൽ കുടിക്കപ്പെടുന്നു ആക്കണം. അപ്പൊ കോഫി ഇങ്ങോട്ട് വരണോ? എന്താ പറയാത്ത നീ സജിത? കോഫി ഇങ്ങോട്ട് വന്നു. ഇനി ആയിട്ടില്ല. കോഫി ഇങ്ങോട്ട് വന്ന ആക്റ്റീവിന്റെ ഒബ്ജക്റ്റ് ആണല്ലോ പാസീവ് സബ്ജക്റ്റ് ആയി വരുന്നത് അല്ലേ? ഇത് സിമ്പിൾ പ്രസന്റ് ആണല്ലോ അല്ലേ? അതിന്റെ കൂടെ എന്താ മാറി വരുന്ന ഇനി ഡ്രിങ്കിന്റെ പി പറ്റൂ. ഡ്രിങ്കിന്റെ പി പി പറയാം. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. ബൈ വേണ്ടേ? ഇങ്ങോട്ട് ചിലപ്പോ ഹറാവില്ല. ആ 2 മാർക്ക് കിട്ടി. ഇങ്ങനെ എഴുതിയ ഇത് സായിപ്പ് പറയുന്നതാണ്. അവള് പറയും. അപ്പോൾ അതിനൊരു ഒരു റഫ് ഉണ്ടാവുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ അത് പരുക്കൻ ഭാഷയിലേക്കായി. ഇത് എന്താ ഭാഷയാണ്? അപ്പൊ ഷീ ഇങ്ങോട്ട് പോയില്ലേ? ഷീ ഹറായി പോയി. വെർബ് പി പി ഉപയോഗിച്ചില്ലേ? ഉപയോഗിച്ചു. ഇത് സിമ്പിൾ പ്രസന്റ് നിയമം പാലിക്കണം. അപ്പൊ അതൊന്ന് എഴുതും. വൈ ചേഞ്ചിങ് ആ റൂൾ എഴുതും. വൈ ചേഞ്ചിങ് simple present into passive, while changing simple present into passive, use passive comma use is plus pp, use is plus pp in case of singular. And r plus pp plural if in case of plural. R plus pp in case of plural ബഹുവചനം. ഇത് മനസ്സിലാവാത്ത കുട്ടികൾക്ക് വേണമെങ്കിൽ സബ്ജക്ട് ഏകവചനത്തിൽ ഈസ് പ്ലസ് പി പിയും ബഹുവചനത്തിൽ ആർ പ്ലസ് പി പിയും ചേർക്കുന്നു. ഇത്രയുള്ളൂ. സബ്ജക്ട് ഏകവചനത്തിൽ ഈസ് പ്ലസ് പി പിയും ബഹുവചനത്തിൽ ആർ പ്ലസ് പി പിയും. നമ്മള് നേരത്തെ പണ്ട് പഠിച്ചിരുന്ന ഒരു നിയമം എന്താ? ഈസ് ആറാം കഴിഞ്ഞ ക്രിയ എങ്കിലും ഉപയോഗിക്കാവോ? അപ്പൊ അത് മാറ്റി പറയുന്നു. പക്ഷെ എന്താ? പാസീവില്. ഈസ് ആറ് കഴിഞ്ഞ ക്രിയ പി പിയിലാണെങ്കിൽ അത് പാസീവ് വോയിസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആക്റ്റീവ് വോയിസ് അല്ല. അല്ലെങ്കിൽ ബി ക്രിയയുടെ കൂടെ ഒക്കെ ഇഞ്ചി വേണം. ഈ സാറാം വാസ്തുവിന്റെ ഏതില്? ആക്റ്റീവില്. ആക്റ്റീവിലാണെങ്കിൽ ഈ സാറാം കഴിഞ്ഞ പ്രസന്റ് കണ്ടിന്യൂസിൽ വെർബ് ഐ എൻ ജി ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ സാറാം അവിടെ ഞാൻ പറയുന്നു അങ്ങനെ പാടും. ഇപ്പൊ ഞാൻ പറയുന്നു ഈ സാറാം കഴിഞ്ഞ് ക്രിയ പി പി കണ്ടാൽ
അത് പാസീവ് വോയിസ് ആണ്. അല്ലെങ്കിൽ ഈ PP ഉപയോഗിക്കും. പക്ഷേ അത് ആക്റ്റീവിലല്ല, അത് എന്തിലാണ്? പാസീവിലാണ്. പാസീവിലാണ്. ഇനി ഞാൻ അങ്ങനെ പറയും, നിങ്ങൾ അങ്ങനെ മാറ്റുക. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് എഴുതുക. മദർ കുക്സ് ഫുഡ്. മദർ കുക്സ് ഫുഡ് പാസീവിലേക്ക് മാറ്റിക്കോ. മദർ കുക്സ് ഫുഡ്. മദർ കുക്സ് ഫുഡ്. അമ്മ ഭക്ഷണം പാകം ചെയ്യുന്നു. ഭക്ഷണം അമ്മയാൽ പാകം ചെയ്യപ്പെടുന്നു. Food is cooked by mother. Food is cooked by mother. എത്ര എളുപ്പമുണ്ട് നോക്കിയാ. ഫുഡ് ഈസ് കുക്ക്ഡ് ബൈ മദർ. അവിടെ കുക്ക്ഡ് ഉപയോഗിക്കണം. കുക്കിന്റെ പിപിയും പാസ്റ്റും കുക്ക്ഡ് തന്നെ. റെഗുലർ വെർബാണ്ട് ഇഡിയിലാ വരിക. ഇഡിയിൽ വന്നാൽ മറ്റു രണ്ട് ഫോം അതിനെയാവും. ഫുഡ് ഈസ് കുക്ക്ഡ് ബൈ മദർ. അടുത്തത് ഐ മാനേജ് ക്ലാസ്. ഐ മാനേജ് ക്ലാസ്. ഞാൻ ക്ലാസ് നിയന്ത്രിക്കുന്നു. Class is ഞാൻ ക്ലാസ് നിയന്ത്രിക്കുന്നു. ക്ലാസ് എന്നാൽ നിയന്ത്രിക്കപ്പെടുന്നു. Class is managed by me. അങ്ങനെയാണ് മീ ഒക്കെ വരുന്ന സെന്റൻസിന്റെ അവസാനം പാസ് ചെയ്ത്. ക്ലാസ് ഈസ് മാനേജ്ഡ് ബൈ മീ. ഐ മാനേജ് ക്ലാസ് എന്നും പറയാം. ക്ലാസ് ഈസ് മാനേജ്ഡ് ബൈ മീ എന്നും പറയാം. ഇംഗ്ലീഷ് പഠിച്ചാൽ നിങ്ങൾക്ക് ആക്റ്റീവിലും പാസീവിലും ഉപയോഗിക്കാം വാക്യം. പഠിക്കണം. ക്ലാസ് ഈസ് മാനേജ്ഡ് ബൈ മീ എന്ന് സായിപ്പ് പറയും. നിങ്ങൾ എന്ത് പറയും? ഐ മാനേജ് ക്ലാസ്. ഇതന്നെ സായിപ്പ് തിരിച്ചേ പറയൂ. ഇംഗ്ലീഷ് ഭാഷ എന്താണ് പറയുന്നത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോ പഠിക്കാം. ഇപ്പൊ അങ്ങനെ പറയും ഇംഗ്ലീഷുകാര്. ആ കോൺവാലിസ് പ്രഭു ഈ ഇന്ത്യയിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതൊന്നും പഠിക്കണ്ടായിരുന്നു അല്ലേ? ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി മലയാളം പഠിക്കുമ്പോലെ. അല്ല മലയാളം പറയുന്നത്. മുഹസിനക്ക് എന്തൊരു ദുഃഖഭാവം ഒന്നും പറയാത്ത. എന്ത് തെറ്റിയിട്ടുണ്ടോ ഈ നമ്മളോട്? വയ്യല്ല കാര്യം. എന്തൊക്കെയോ ഒരു മുഖത്തൊരു കാർമയക്കം മൂല്യം മാറിയുണ്ട്. കോഫി ഇട്ടേട്ടാ? പനിയായിരുന്നു. പനിയാണ്. അതാണ് ഇത്. I could see a sadness on your face. I could see a sadness on your face because she was suffering from fever. Did you consult doctor? Did you consult doctor? Mohsin, I am asking you. പോയി ഇഞ്ചക്ഷനൊക്കെ ഇട്ട് ട്രിപ്പൊക്കെ ഇട്ടായിരുന്നു. പനി കൂടിപ്പോയി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. She brings, B-R-I-N-G-S. She brings parcels. She brings parcels. P-A-R-C-E-L. She brings parcels. Parcels are Fatimatul. The parcel is brought by Parcels are bought by her. Brought by her. Parcel ബഹുവചനാണ്. ബഹുവചനം എന്താ നിയമം? സിമ്പിൾ പ്രസന്റ്. മാറി വരുന്ന സബ്ജക്ട് പ്ലൂറലാണെങ്കിൽ ആരെ ഇറക്കണം? എന്താ എന്റെ ഫാത്തിമത്തുൽ? Why you committed mistake? Give me that. Why you committed mistake? You are not bothering the class. If you are in the class, be in the class. Yes, sir, I am in the class. Parcels plural alle.
ആണോ? ആണ്. അപ്പോ 6 ചേർക്കാനല്ലേ ഞാൻ അവിടെ നിയമം എഴുതുന്നത്. പാർസൽസ് ആർ ബ്രോട്ട് ബൈ Her. ഹർ. ഷീ ഹറായി മാറും. അടുത്ത് നെക്സ്റ്റ്. ദ ഹണ്ടർ വേട്ടക്കാരൻ. HUNT. ദ ഹണ്ടർ കിൽസ്. KIL കൊല്ലുന്നു. ആനിമൽസ്. ദ ഹണ്ടർ കിൽസ് ആനിമൽസ്. ഒന്നുകൂടെ പറയോ? ദ ഹണ്ടർ കിൽസ് ആനിമൽസ്. വേട്ടക്കാരൻ മൃഗങ്ങളെ കൊല്ലുന്നു. മൃഗങ്ങൾ വേട്ടക്കാരനാൽ കൊല്ലപ്പെടുന്നു. ഹുസനത്തെ കമോൺ. Animals are killed by Animals are Killed by Animals are killed by the hunter. By the hunter. ഇത്ര എളുപ്പമാണ് ഇപ്പൊ പാസീവ് വോയിസ്. ബേസിക് റൂൾ പ്ലസ് റൂൾ ഓഫ് ടെൻസ്. ഓരോ ടെൻസിനും ഇങ്ങനെ റൂൾ വേറെ ഉണ്ട്. ബേസിക് റൂള് കയ്യിൽ വേണം, പിന്നെ ഓരോ ടെൻസിന്റെയും ബേസിക് റൂള് വേറെയും വേണം. നമ്മൾ ഇന്ന് എന്തെങ്കിലും പഠിച്ചത് ആക്റ്റീവ് വോയിസ് എന്താ, പാസീവ് വോയിസ് എന്താ പഠിച്ചു. അതിന് ബേസിക് റൂള് പഠിച്ചു. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് എന്താണെന്നും പഠിച്ചു. ഇങ്ങനെ നമുക്ക് ബാക്കി എല്ലാ ടെൻസിന്റെയും അങ്ങനെ 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 അപ്പോ ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. നാളെ ഫുള്ള് ഖുറാൻ. എന്താ എന്താ സജിതേ? ചിരിച്ചു പോയതാ സർ. ചിരിച്ചതാണോ? ശരി. വെറുതെ ഇരിക്കുമ്പോ ഒക്കെ ചിരിക്കൂലേ? ചിരിച്ചാല് ഗ്ലാമർ കൂടുന്ന അറിഞ്ഞില്ലേ പണ്ടാരോ? എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചിരിക്കന്നെ. എന്നാ ഹോംവർക്ക് എഴുതിക്കോ. 1. She gives GIVES. She gives help. She gives help. 2. Father reads paper. Father reads paper. Mother cut vegetables. Mother cut vegetables. I plant trees. I plant trees. I plant trees. Okay, sir. Next. They lead. LEAD. They lead us. They lead us. US. She sings. She sings. SINGS. Songs. She sings songs. Last one. Narendra Modi rules India. Narendra Modi rules India. Okay, dears, now you close your notebook and listen to me. കിതാബാണ് അടച്ചിട്ട് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. ഇത് കുഴപ്പമില്ലാത്ത മുഖറാന്ന് എല്ലാരും പറയുന്നു.
അതെ ഇത് ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ yes, you are again laughing. You see, yes, today we discussed what? Passive voice and active voice. There are two voices in English. There are two voices. One is called active voice, another is called a passive voice. Voice means swaram. So when we give more importance to subject, then it is active voice. If we give Active more voice. importance to object, then it is That is passive. passive voice. Passive voice. Being English is a rough language, all sentences will be spoken in passive voices. So we could see many sentences in the passive voices in English literature. So if you study English literature, you could see many passive voice sentences in passive voices. Why? Because English is a rough language. So what are the rules to be observed while changing an active voice into passive voice? That is to be studied very clearly. There are some basic rules concerned and also some rules concerned with each tenses. First of all, we can see what are the basic rules. The basic rules is to first find out the SVO of the given sentence. So you have to understand what is subject, what is verb, what is object. You see, the doer of an action is called subject, and that action itself is called verb, and answer to the question what or whom is called object. Is called object. Then the first step is to find out the SVO of the given sentence. After having found out the SVO of the given sentence, the second rule is to interchange the subject and object of the active voice mutually. Interchange the SVO of the active voice mutually. That means bring the object of the active voice as the subject, and again bring the subject of the active voice as the object of the passive voice. By the word passive itself means PP of the verb. So you can use only the PP form of the verb. You can use only the PP form of the verb, irrespective of the tenses. Whatever may be the verb, you should or you can use only the PP form. Then after verb, don't forget to put that word by. And more than that, in passive voice, you can use only the objective case of the pronoun. You can use only the objective case of the pronoun. So there you should know what are the pronouns used in English. Pro means instead. So I, my, me, she, her, he, his, him, they, their, them, we, our, us. These are the three cases. I, my, me, they, their, them, she, her, he, his, him, they, their, them, we, our, us, we, our, us. Sajima, you please repeat what I tell. I, my, me, I, my, me, they, their, them, we, our, us, he, his, him. You say? Sir, പറഞ്ഞപ്പോ പറയാനാണോ പറഞ്ഞേ? Yes, you repeat what I നമുക്ക് told you. ഷീന് എന്താ പറയാ? ഷീന്ന് വരുമ്പോ She വരുമ്പോ her No, I, my, me. You say. I, my, me. She. She സെക്കൻഡ് ഫോം കിട്ടില്ല അത്. She, her. രണ്ടും ഹെർ ആണ് വരിക. Yeah, same. His or he. He, his, his, Him. They. him. They. They, them. No, they.
Their them. Their them. them. We Oh. as our we our us. us. Shamila, you repeat. I, me, no. My, മൂന്ന് കേസും പറയണം. my, me, I, my, me. She, him, she, her, her, he, he, him, he, his, him, they, they, their, them, them. I, I, my, me, he, she, her, her, Addi. He, he, him, his, him, he, his, him, they, they, their, them, we, we, our, us, I, I, my, me, they, they, their, them, them. he, she, he ആണോ he, his, him. he, his, him, he, his, him. Okay. Now, but these are the cases of pronoun. Here you can use only the objective cases of pronoun in the passive voice. So again, the rules in the simple present passive voice, if the subject is, if the changing subject is singular, don't forget to use is plus pp. If plural, r plus pp. In the case of simple present, additional rule instead of basic rule. More than basic rule. Basic rule പുറമെ simple present വേറെ റൂൾ ഉണ്ട്. മാറി വരുന്ന സബ്ജക്ട് നോക്കണം എപ്പോഴും. നിങ്ങളെ കളിപ്പിക്കാൻ മാറി വരുന്ന സബ്ജക്ട് അതിന്റെ കറസ്പോണ്ടിങ് വെർബ് എടുക്കണം. ഈസിന്റെ കറസ്പോണ്ടിങ് പ്ലൂറൽ വെർബ് എന്താ? ആറ്. ഈസിന്റെ കറസ്പോണ്ടിങ് പ്ലൂറൽ വെർബ് എന്താ? ആറ്. ആറിന്റെ കറസ്പോണ്ടിങ് സിംഗുലർ വെർബ് എന്താ? ഈസ്. അതൊക്കെ ഒന്ന് തന്നെയാണ്. ഓക്കെ. ഗുഡ് നൈറ്റ് ആൾ ഓഫ് യു. സമയം മണി വഴുകി. ചോറൊക്കെ തീർന്നുണ്ടാവും. പോയി അവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ നിന്നാൽ എന്റെ ചോറ് ചിലപ്പോ തീരും. ബെല്ലടിച്ചിട്ട് കുറെ നേരമായിരിക്കും. ചോറ് തിന്നിട്ട് വന്നാ പോരാ സാറേ?